ഹായ് ഹലോ വെൽക്കം ഏഞ്ചൽ ബ്ലെസ്സിങ് ടാറോ റീഡിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നലെ രാത്രി നിങ്ങളോടുള്ള നൈറ്റ് തോട്ട് എന്തായിരുന്നെന്ന് നോക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇന്നലെ രാത്രി എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്തായിരുന്നു? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്തായിരുന്നു? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. Please guide me, universe. Please guide me. Please guide me, universe. Please guide me. Please guide me, universe. Please guide me. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്തായിരുന്നു? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്തായിരുന്നു? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഒരുപാട് വീണു. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇന്നലെ രാത്രി എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്തായിരുന്നു? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. Please guide me, universe. Please guide me. 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 Mother universe, please guide me. Please guide me. Blessing me. Please guide me. Please guide me. Mother universe, please guide me. Please guide me. Mother universe. ഇന്നലെ രാത്രി എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്തായിരുന്നു? പ്ലീസ് ഗൈഡ് മീ, യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. നഹാലെ. Please guide me, universe. Please guide me. 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 എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്തായിരുന്നു? പ്ലീസ് ഗൈഡ് മീ, യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ, യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. ഇന്നലെ രാത്രി എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്തായിരുന്നു? പ്ലീസ് ഗൈഡ് മീ, യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ, യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. ഇന്നലെ രാത്രി എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്തായിരുന്നു? പ്ലീസ് ഗൈഡ് മീ, മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ, മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ, മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ, മദർ യൂണിവേഴ്സ്. വാവ്. പ്ലീസ് ഗൈഡ് മീ, മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. Please guide me, Mother Universe. Please guide me. Oh. Please guide me, Mother Universe. Thank you, Mother Universe. Thank you, thank you, thank you. Love you. Okay. വന്നിരിക്കുന്ന കാർഡ് 3 ഓഫ് വാണ്ട്. ഓക്കെ, 3 ഓഫ് വാണ്ട്, ദ സ്ട്രെങ്ത്, 5 ഓഫ് സോഡ്, ദ മജീഷ്യൻ, the page of sword, ace of cup. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണുന്നവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഇനിയിപ്പം ഈ കളറും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഒക്കെ മനസ്സിലാവും. എങ്കിലും ചെയ്യാം, പുതിയ ആൾക്കാർക്ക് അറിയണ്ടേ. The star, bottom of the deck. Okay. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. കിട്ടിയിരിക്കുന്ന കാർഡ്സ് 3 ഓഫ് വാണ്ട്സ്, ദ സ്ട്രെങ്ത്, 5 ഓഫ് സോഡ്, ദ മജീഷ്യൻ, പേജ് ഓഫ് സോഡ്, ഏസ് ഓഫ് കപ്പ്. ഓവറോൾ എനർജി ദ സ്റ്റാർ. നമ്പേഴ്സ് നോക്കാം. 3, 8, 5, 1,
17. 17 1 + 7 8. 8 ആവർത്തിച്ച് വന്നിട്ടുണ്ട്, 1 ആവർത്തിച്ച് വന്നിട്ടുണ്ട്. എലിമെൻറ്റ് ഫയർ എലിമെൻറ്റ് എയർ വാട്ടർ. ഏരീസ് ലിയോ അക്വേറിയസ്. മേടം ചിങ്ങം കുംഭം. കളേഴ്സ് വന്നിരിക്കുന്നത് യെല്ലോ, റെഡ്, ഗ്രീൻ, വൈറ്റ്, ബ്ലൂ. ഈ ക്ലൂസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന, നിങ്ങളുടെ പേഴ്സണ് റെസൊനേറ്റ് ആവുന്നതെന്ന് നോക്കുക. 3 of Wands ഒരു തേർഡ് പാർട്ടി കാർഡ് തന്നെയാണിത്. ജൂപ്പിറ്ററാണ്, ഗുരു. ഇന്നലെ രാത്രി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പ്ലാനിങ്ങിലായിരുന്നു. എന്തെങ്കിലും സാമ്പത്തികപരമായിട്ട് നിങ്ങൾ, എല്ലാവർക്കും ഉള്ള എനർജി അല്ല, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും വിഷയത്തിൽ പിരിഞ്ഞു നിൽക്കേണ്ടി വന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എനർജിയാണ് ഇപ്പം ഈ പറയുന്നത്. അങ്ങനെയുള്ള പേഴ്സൺ ഇന്നലെ രാത്രി കടൽ കടന്നു പോകുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും സമ്പാദ്യമുണ്ടാക്കുക, സമ്പത്തുണ്ടാക്കി നിങ്ങളെ സ്വന്തമാക്കാൻ തിരിച്ചു വരിക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. മറ്റ് ചില പേഴ്സൺ ആ സ്റ്റിക്ക് നോക്കിയാൽ കാണാം, ആ പുറകിലിരിക്കുന്ന 2 സ്റ്റിക്കിലും 3 തളിരുകളാണ് വന്നിരിക്കുന്നത്. 3 തളിര്, ആ 2 സ്റ്റിക്കിലും 3 തളിരുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് തേർഡ് പാർട്ടിയുടെ ഉപദേശങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മൂന്നാമതൊരാളിൻ്റെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ ചെവി കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു എങ്കിൽ ഇനി മുതൽ അങ്ങനെ ഒന്നും ആവശ്യമില്ല. ആ 2 ഇതളുകളുള്ള, ഇതളല്ലല്ലോ അതിന് എന്താ പറയുന്നത്, ഇങ്ങനെ കിളിച്ച് വരുന്നതില്ലേ, അങ്ങനെ ആ 2 എണ്ണമുള്ള നാമ്പ് 2 നാമ്പുള്ള അതിലാണ് പിടിച്ചിരിക്കുന്നത്. 2 നാമ്പാകുമ്പോൾ ഒന്ന് നിങ്ങളും ഒന്ന് പേഴ്സണും, മറ്റേ 3-ൽ മൂന്നാമതൊരു തേർഡ് പാർട്ടി ഉണ്ട്. ആ 3 നാമ്പെന്ന് പറയുമ്പം 3 പേരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇടയിൽ മൂന്നാമതായ ഒരു വ്യക്തി ഉണ്ടായിരുന്നുവെങ്കിൽ അവരെ ഒഴിവാക്കുക എന്നുള്ള ആലോചനയിലായിരുന്നു ഇന്നലെ നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ ഉറച്ച് തീരുമാനിച്ചു നിങ്ങളുടെ ഇടയിലെ മൂന്നാമത്തെ വ്യക്തിയെ ഒഴിവാക്കി നിങ്ങൾ 2 പേരും എന്നുള്ള കാര്യത്തിലേക്ക് ഉറച്ച് തീരുമാനം എടുത്തു കഴിഞ്ഞു. മറ്റു ചില പേഴ്സൺ ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ച് ഇന്നലെ ആലോചനയിലായിരുന്നു. പിന്നെ അവർക്കുണ്ടായിരുന്ന ചില പ്രത്യേക സ്വഭാവങ്ങളെക്കുറിച്ച് അവർ റീതിങ്ക് ചെയ്തിരുന്നു. ചില വാശി, ചില ഈഗോ പ്രശ്നങ്ങൾ, ആദ്യം ഞാൻ എന്നൊക്കെ ഉള്ള ചില പിടിവാശികൾ, ചില കംഫർട്ട് സോണിലായിരുന്ന ആൾക്കാർ അതിൽ നിന്നും പുറത്ത് കടക്കുവാൻ തീരുമാനിച്ചു. അവരുടെ ഒരുപാട് പ്ലാനിൽ ആ പുറത്ത് കടക്കണം എന്നുള്ളത് അവർ സെലക്ട് ചെയ്തിരുന്നു ഇന്നലെ എന്ന് സൂചിപ്പിക്കുന്നു. മുന്നിൽ കാണുന്ന എന്ത് ചലഞ്ചും നേരിടാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അവരുടെ മുന്നിൽ തന്നെ ഒരു ഒരു വെള്ളക്കെട്ടുകളും ഉണ്ട്, തടാകവും ഉണ്ട്, അപ്പുറത്ത് മലയും ഉണ്ട്. ഓക്കെ, ഇമോഷണലായിട്ടുള്ള സംഭവങ്ങളും ഉണ്ട്. ഒരുപാട് സ്ട്രഗിളുകളും കടന്നു വേണം നിങ്ങളടുത്തേക്ക് വരാൻ. ഓക്കെ, ആ വെള്ളത്തിൽ തന്നെ 3 ബോട്ടുകളെ കാണാം. അത് 3 തേർഡ് പാർട്ടിയാണ്. ഓക്കെ, ഇമോഷണലായിട്ടും തേർഡ് പാർട്ടി അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യും. ഇമോഷണലായിട്ട് തേർഡ് പാർട്ടി ബ്ലാക്ക് മെയിൽ ചെയ്യും. എങ്കിലും അതെല്ലാം കടന്ന്, എന്ത് സ്ട്രഗിളാണെങ്കിലും കടന്ന് നിങ്ങളിലേക്ക് വരാൻ അവർ നോക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ രാത്രി ചിന്തിക്കുന്നത്. അതൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ആ പിക്ചർ നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കിയാൽ കാണാം. ആ തടാകത്തിൽ, ആ വെള്ളത്തിൽ തന്നെയും കുഞ്ഞു കുഞ്ഞു ബോട്ടുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് 3 എണ്ണമാണ് കാണുന്നത്. തേർഡ് പാർട്ടിയാണ്. ഈ തേർഡ് പാർട്ടി ആകുമ്പോഴത്തേക്ക് എന്തും തേർഡ് പാർട്ടി ആവും കേട്ടോ. ചിലപ്പോൾ അവരുടെ ചില അഡിഷൻ, പാഷൻ, അതെല്ലാം ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അത് തേർഡ് പാർട്ടിയാവും. അവരെ സംബന്ധിച്ച് ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷേ ഒരു കാര്യം ന്യൂട്രലാണ്. ഏതൊരു കാര്യവും ഭൂമിയിലെ കാര്യങ്ങൾ ന്യൂട്രലാണ്. അത് ഉപയോഗിക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നത് പോലെയാണ് അത് പോസിറ്റീവും നെഗറ്റീവും ആകുന്നത്. ഒരു എക്സാമ്പിൾ പറയട്ടെ. ഒരു വിവാഹം കഴിച്ച ഒരു ഫാമിലിയിൽ, ഓക്കെ, അപ്പോൾ മൂന്നാമതൊരാൾ വരുന്നു. അപ്പോൾ ആ മൂന്നാമത് വരുന്ന തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ ലൈഫിലേക്ക് ഒരു പേഴ്സണെ കിട്ടുമ്പോഴത്തേക്ക് അവരെ സംബന്ധിച്ച് അത് പോസിറ്റീവാണ്. അവരുടെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാതിരുന്ന സന്തോഷങ്ങളും സുഖങ്ങളും
അവരെ സംബന്ധിച്ച് അത് പോസിറ്റീവും, എന്നാൽ ഇപ്പുറത്തെ ആ ഫാമിലിയിലുള്ള ആളിനെ സംബന്ധിച്ച് അത് നെഗറ്റീവുമാണ്. അപ്പം ഏതൊരു കാര്യവും നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത്, അവനവൻ്റെ എങ്ങനെയാണോ എത്തുന്നത്, അതുപോലെ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് സാഹചര്യങ്ങൾ മാറും. എന്ത് തന്നെ ആയിരുന്നാലും ഇന്നലെ അവർ ചിന്തിച്ചിരുന്നത് അവരുടെ ഇപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്കൊരു പുറത്തു പോകണം. ഏത് കംഫർട്ട് സോണിലായിരുന്നോ അവർ ഇതുവരെ ഇരുന്നത് അതിൽ നിന്ന് അവർ പുറത്ത് കടക്കണം എന്നുള്ള കാര്യം ചിന്തിച്ചിരുന്നു. അടുത്തത് ദ സ്ട്രെങ്ത് ആണ്. അവർക്ക് ആത്മീയമായിട്ടുള്ള ഒരു സ്ട്രോങ്, ഒരു ധൈര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പല വ്യക്തികളും, നിങ്ങളുടെ പേഴ്സൺ, പല ആൾക്കാരും സ്പിരിച്വലായിട്ടും ഒക്കെ അഡ്വൈസ് തേടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ ഇല്ലാത്ത പല പ്രാർത്ഥനകളും അമ്പലങ്ങളിലായിരുന്നാലും പള്ളികളിലായിരുന്നാലും മോസ്കിലായിരുന്നാലും എല്ലാം ആൾക്കാർ പോയിട്ട് ഈ ഒരു പ്രാർത്ഥന, ഒരു ധൈര്യം കിട്ടണേ, എനിക്കൊരു മനസ്സിന് ധൈര്യം കിട്ടണേ എന്നുള്ള പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത് വരാൻ വേണ്ടിയിട്ട് സ്പിരിച്വലായിട്ട് പോകുന്നുണ്ട്. സാമ്പത്തികമായിട്ടും നിങ്ങളുടെ പേഴ്സൺ സ്റ്റേബിൾ ആയിട്ടുണ്ട്. അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് സാമ്പത്തികമായിട്ടും അവർ സ്റ്റേബിളായിട്ടിരിക്കുന്നത്. അത് അവരുടെ അരയിൽ കെട്ടിയിരിക്കുന്നതായിട്ടുള്ള ഫ്ലവർ സൂചിപ്പിക്കുന്നു. ലൈഫിലോട്ട് ഒരു ഗ്രോത്ത് ഉള്ള സിറ്റുവേഷനിൽ നിന്നും ഒരു ഗ്രോത്ത് വരികയാണ് അവർക്ക്. നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇന്നലെ രാത്രി അതാണ് അവർ ആഗ്രഹിച്ചിരുന്നത്, ചിന്തിച്ചിരുന്നത്. ഒരു ക്ലാരിറ്റി, ഒരു ന്യൂ ബിഗിനിങ്, ഏറ്റവും പവറായിട്ടുള്ള ഒരു ആഗ്രഹം, അവരുടെ ഒരു ആഗ്രഹം അവർ നേടിയെടുക്കുന്നു. നിങ്ങളിലേക്ക് എത്താനും നിങ്ങളെ സ്വന്തമാക്കാനും ഒക്കെ അവർ പവർഫുള്ളായിട്ട് ആഗ്രഹിക്കുന്നു. ഈ റീഡിങ് കേട്ടിട്ട് ഇന്ന് രാത്രി തന്നെ നിങ്ങളവിടെ ചാടി ചെല്ലരുത് കേട്ടോ. ടാരോ റീഡിങ് ഒരു സ്ട്രോങ് അഫർമേഷനാണ്. ഇത് പറയുന്ന സമയത്ത് പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. കാരണം നിങ്ങൾ ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെയാണ് നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ കണ്ണിലും മനസ്സിലും ഒക്കെ ഈ പറയുന്ന കാര്യം നിങ്ങളൊരു സിനിമ പോലെ, ഒരു മൂവി ഇങ്ങനെ പോകുന്നത് പോലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിങ് നിങ്ങൾക്ക് അഫർമേഷൻ കൂടി നിങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ അഫർമേഷനാക്കി എടുക്കുക, അത് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് വരും. അടുത്തത് 5 ഓഫ് സോഡാണ്. അതും ഒരു തേർഡ് പാർട്ടി കാർഡ് തന്നെയാണ്. 5 ശനിദേവൻ. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആവശ്യമില്ലാത്ത സിറ്റുവേഷനുകൾ, ഓവർ തിങ്കിങ്, സംശയങ്ങൾ, നിങ്ങളുടെ പേഴ്സൺ അതിനെയെല്ലാം തോൽപ്പിച്ചിരിക്കുന്നു. അവിടെ നിൽക്കുന്ന 2 മനുഷ്യരെ തോൽപ്പിച്ചിട്ടിരിക്കുന്നതാണ്. ഓക്കെ, എന്തൊക്കെ ചിന്തകളിലായിരുന്നോ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നത്, ആ ചിന്തകളെ എല്ലാം തകർത്തിരിക്കുകയാണ്. കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് വന്നിരിക്കുകയാണ്. ഓക്കെ, അതിനെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഓർത്തത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാൻ സാധ്യമായിട്ടുള്ള ആ മോശപ്പെട്ട രീതികൾ, ആ മോശപ്പെട്ട പ്രവർത്തികൾ എല്ലാം ഇന്നലെ അതിനെ തകർത്തിരിക്കുന്നു. ഇനി ഞാൻ അത് ചെയ്യില്ല, അതിനെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു. ഓക്കെ, ആ പോകുന്ന മൂന്നാമത് ഒരാൾ, തേർഡ് പാർട്ടി, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ കൂടാതെ വന്നിരുന്ന തേർഡ് പാർട്ടികളെ ഒഴിവാക്കി. ചിന്തയും ഒക്കെ ഈ ഒരു പ്രവൃത്തിയും ഒക്കെ തേർഡ് പാർട്ടിയാണ്. ഓക്കെ, ആ കാർഡ് സൂം ചെയ്ത് നോക്കിയാൽ കാണാം, ക്ലൗഡിനെ കാണാൻ പറ്റും. ആ ക്ലൗഡ് ഒരു അത്ര വലിയ ഭംഗിയൊന്നുള്ള ഒരു സ്ട്രക്ചറൊന്നുമുള്ളതല്ല, മോശകരമായിട്ടുള്ള സമയത്തെയാണ്. ആ സമയം നീങ്ങിപ്പോകുകയാണ്. ഓക്കെ, അത് ഒരു ചാര നിറം പോലത്തെ കളറ് കൂടിയാണ്. ആ സമയം, ആ സിറ്റുവേഷൻ നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകുകയാണ്. 2 വാളുകളെടുത്ത് നെഞ്ചത്തോടെ ഇങ്ങനെ ചേർത്ത് ഉയർത്തി വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ അവരുടെ ഡോമിനേഷൻ ആയിട്ടുള്ള ശീലങ്ങളും അവരുടെ ഒരു ചെറിയ ഒരു അഹങ്കാരവും ഒരു ഗർവും ഭാവമൊക്കെ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ പോകത്തില്ല. അത് പൊക്കി പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. അത് ചിലപ്പോൾ അത് അങ്ങനെ തന്നെ അത് മാറത്തില്ലായിരിക്കും. അതാണ് ആ വാളെടുത്ത് പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പം പോകത്തില്ല. എന്നാൽ നിങ്ങളെ ദ്രോഹിച്ചതായ മറ്റ് ചില കാര്യങ്ങൾ, മത്സരബുദ്ധിയൊക്കെ കാണിച്ചു നിങ്ങളെ വിളിക്കത്തില്ല, എടുക്കത്തില്ല, നിങ്ങളെ കാണാൻ വരത്തില്ല എന്നൊക്കെയുള്ള ചില ആ ഒരു ചിന്തകളും കാര്യങ്ങളും അവർ മാറ്റാൻ തയ്യാറാണ്. അതൊക്കെയാണ് ആ തറയിൽ കിടക്കുന്ന വാളുകളായിട്ട് കരുതുക. ആദ്യം തന്നെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് ഒരു വെള്ളം
ഇങ്ങനെ ഒരു സമുദ്രം ഇങ്ങനെ കാണാൻ പറ്റും. അതിൻ്റെ ഓളങ്ങളിങ്ങനെ പോകുന്നതായിട്ട് കാണാം. അത് മനസ്സിൻ്റെ ആ ഒരു ഇൻബാലൻസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. ദ മജീഷ്യൻ നിങ്ങളെ അഫർമേഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ ഇതൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഇരുത്തുക. കാരണം രാത്രി ആകുമ്പോഴത്തേക്കാണ് മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം റിലാക്സായി നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്കാവുന്ന സമയങ്ങളാണ്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് കൂടുതലും ചിന്ത വരുന്നത്. ഈ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കിടക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്താണ് കൂടുതലും നമുക്ക് ഏറ്റവും ചേർന്നിരുന്നവരെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ രാത്രിയുള്ള ചിന്തകളാണ് ഇച്ചിരി കൂടുതലായിട്ട് വരുന്നത്. മാത്രമല്ല ചന്ദ്രനൊക്കെ ഉള്ളതല്ലേ, ചന്ദ്രൻ്റെയൊക്കെ എനർജി രാവിലെ ആണെങ്കിൽ ആ ഒരു എനർജി കിട്ടത്തില്ല. രാത്രി സമയങ്ങളിൽ ഇമോഷനായിട്ടുള്ള ചന്ദ്രനുണ്ട്. ആ ചന്ദ്രൻ ഒരുപാട് ഇമോഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇപ്പം ഈ ഒരു കാലയളവിലെല്ലാം സിറ്റുവേഷനൊക്കെ മാറി കണ്ണിൽ ഉറക്കം പിടിക്കുന്നത് വരെയും ആൾക്കാർ മൊബൈലിലൊക്കെ ആയതുകൊണ്ട് ചന്ദ്രൻ പോലും തോറ്റുപോയി. ആൾക്കാരെന്ന് പറയണ്ട, ഞാനും അതിൽ ഉൾപ്പെടും. ചന്ദ്രനെയൊക്കെ കണ്ടിട്ട് എത്ര നാളായെന്നറിയാവോ? ഇതൊക്കെ കൊണ്ട് തന്നെ രാവിലെ തന്നെ യൂണിവേഴ്സിൽ നിന്നുള്ള മെസ്സേജ് നമുക്ക് വന്നുകൊണ്ടിരുന്നു. കാരണം ഇപ്പം പ്രകൃതി സന്തോഷിക്കുന്നുണ്ടോ, യൂണിവേഴ്സ് മദർ സന്തോഷിക്കുന്നുണ്ടോ, നിങ്ങൾ യൂണിവേഴ്സ് മദറിനെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിനൊക്കെ ഒരു മെസ്സേജ് വന്നത് അത് തന്നെയാണ്. ആരും പ്രകൃതിയെ ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ. അപ്പോൾ ഇന്നലെ രാത്രി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ചിന്തിച്ചു. ന്യൂ ബിഗിനിങ് ആയിരുന്നു ചിന്തിച്ചത്. മറ്റ് ചില കാര്യങ്ങളെ കൊണ്ട് പിരിഞ്ഞു പോകേണ്ടി വന്ന ചില ആൾക്കാർ, സാമ്പത്തികമായിട്ടും മെറ്റീരിയലായിട്ടുള്ള പല കാര്യങ്ങൾ, ചിലപ്പം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ, കല്യാണം കഴിഞ്ഞ ആരെങ്കിലും സമ്പത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് അവരെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ കൊണ്ട് വീട്ടിലാക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുള്ള ആ അവസ്ഥയിലുള്ള ആൾക്കാർ ഇന്നലെ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. എനിക്ക് സമ്പത്തിനേക്കാളും പ്രധാനം അവളുമായിട്ടുള്ള അല്ലെങ്കിൽ അവനുമായിട്ടുള്ള പ്രണയമാണ് എന്നുള്ള കാര്യം. ഇപ്പം സ്ത്രീകളാണെങ്കിലും നമ്മൾ ഭർത്താവിന് ജോലി പോരാ, സാമ്പത്തികം കുറവാണ്, എനിക്കിനി അങ്ങനെയൊക്കെ ജീവിക്കാൻ വയ്യ, എനിക്ക് പോകണം എന്നുള്ള രീതിയിലൊക്കെ എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടാക്കി, സാമ്പത്തികമായ പ്രശ്നത്തിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോയവർ ഇന്നലെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതല്ല, എനിക്കതിനേക്കാളും വലുത് അവരുടെ സ്നേഹവും കെയറിങ്ങും കാര്യങ്ങളുമൊക്കെയാണ് എന്ന് ഇന്നലെ രാത്രി അവർ ചിന്തിക്കുകയുണ്ടായി. നമ്പർ 1 ആണ്, സണ്ണാണ്. ന്യൂ ബിഗിനിങ്, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ എനർജിയോട് കൂടിയാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നത്. ലൈഫ് നല്ല രീതിയിൽ പൂക്കുന്നു, തളർക്കുന്നു, ആഗ്രഹിക്കുന്നത്. മജീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫർമേഷൻ ചെയ്ത് എന്ത് കാര്യവും നേടിയെടുക്കും. അപ്പം അവരുടെ കയ്യിലിരിക്കുന്ന ദണ്ഡെന്ന് പറഞ്ഞാൽ ആത്മീയമായി തന്നെയാണ്, ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ്ങോട് കൂടി സമാധാനത്തിലും ഒക്കെയുള്ള ഒരു അനുഗ്രഹത്തോടു കൂടിയുള്ള ചിന്ത തന്നെയാണ് അവർ ആഗ്രഹിച്ച് നേടുന്നത്, അഫർമേഷൻ ചെയ്ത് നേടുന്നത്. അതിന് ആ അഫർമേഷന് യൂണിവേഴ്സ് മദറിൻ്റെ ഒരു സപ്പോർട്ട് കൂടിയുണ്ട്. അവർക്ക് ഡിവൈൻ പവർ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അടുത്തത് പേജ് ഓഫ് സോഡാണ്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കുട്ടിത്തോക്ക് ഉള്ള ആൾക്കാരില്ലേ, എത്ര വലുതായാലും ശരി തന്നെ ഒരു കുട്ടിത്തോക്ക് കാണിച്ച് ഒരു കളിച്ച് ചിരിച്ച് കുഞ്ഞുങ്ങളെപ്പോലെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കലബല കാണിച്ചൊക്കെ നടക്കുന്ന സ്വഭാവ പ്രകൃതം ഉള്ളവരായിരിക്കും. അപ്പം ഇന്നലെ നിങ്ങളുടെ ആ ഒരു ചിരിയും കളിയും നിങ്ങളുടെ ആ ഒരു കുഞ്ഞുങ്ങളെ പോലെയൊക്കെ കാണിക്കുന്ന രീതികളും നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരിന്നലെ ചിന്തിക്കുകയുണ്ടായി. ആ ഒരു പിക്ചർ നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ആകാശത്ത് കുറേ ബേർഡ്സുകളെ കാണാൻ പറ്റും. ആ ബേർഡ്സ് എന്ന് പറയുന്നത് മെസ്സഞ്ചറാണ്. ഹെവനിൽ നിന്ന് വരുന്ന മെസ്സഞ്ചറാണ് അതൊക്കെ. ഇന്നലെ ഞാനൊരു റീഡിങ് ഇട്ടിരുന്നു. അതിൽ നിങ്ങളുടെ പേഴ്സണ് യൂണിവേഴ്സൽ മദർ കൊടുക്കുന്ന മെസ്സേജ് എന്നുള്ള രീതിയിൽ കൊടുത്തിരുന്നു. അപ്പം ഇവിടെ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നലത്തെ റീഡിങ്ങിൻ്റെ അതേ കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു. ആ ബേർഡ്സിനെ കാണിക്കുന്നത് മെസ്സഞ്ചറാണ്. മെസ്സഞ്ചർ നിങ്ങളുടെ പേഴ്സണ് മെസ്സേജ് പാസ് ചെയ്യുന്നു. ഇന്നലത്തെ ആ റീഡിങ് കേട്ടവർക്ക് അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ആ ക്ലൗഡിനെ നമുക്ക് മനസ്സിലാവും. വൈറ്റിൻ്റെ അകത്തൊരു ചെറിയ ഗ്രേയും കളറും ഒക്കെ ചേഞ്ച് ഉണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള സിറ്റുവേഷനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അത്രയും സ്ട്രോങ്,
ഈ ഒരുപാട് നമ്മൾ ആകാശത്ത് തന്നെ ഒരുപാട് ഇങ്ങനെ മേഘങ്ങളെല്ലാം ഇങ്ങനെ വന്ന് ഇടിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവത്തില്ലേ എന്തോ ശക്തിയായ എന്തോ സംഭവിക്കാൻ പോകുന്നു, മഴയോ ഇടിയോ അങ്ങനെ എന്തെങ്കിലും. അപ്പം അതുപോലുള്ള ചിന്തയാണ്. എന്നാൽ എന്തായാലും സ്ട്രോങ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വരാനിരിക്കുന്ന വലിയ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചായിട്ടായിരിക്കും ചിന്തിച്ചിട്ടുള്ളത്. എന്തായാലും ആ സ്ട്രോങ് ആയ കാര്യത്തെ നേരിടാൻ തയ്യാറാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു കാല് ഫ്രണ്ടിലോട്ടും ഒരു കാല് ബാക്കിലോട്ടും വെച്ചിരിക്കുന്നുണ്ടല്ലേ. എന്തായാലും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ തിരിഞ്ഞു നോക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സമയത്ത് യൂണിവേഴ്സിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങിയ സമയത്ത് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ പോസിറ്റീവ് ആയതുകൊണ്ട്, നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നത് കൊണ്ട്, നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റെപ്പ് പിറകോട്ട് വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ കരയൊന്നും ചെയ്യരുത്. കരഞ്ഞു വിളിച്ചിരിക്കുന്നവരെ കുറിച്ചല്ല ഈ എനർജി. കരയാതെ നിങ്ങളിപ്പം സ്ട്രോങ് ആയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജാണ്. കരയാതിരിക്കുന്ന ആൾക്കാരും സെൽഫ് ലവ് ചെയ്യുന്നവരും ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന്, ഈ ഒരു വിഷമഘട്ടത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്തവർക്കും, മൂവ് ഓൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണെ വിട്ട് അങ്ങ് പോകുക എന്നല്ല, ആ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തവർക്കും വേണ്ടിയിട്ടുള്ള എനർജിയാണ്. നിങ്ങൾക്ക് അനുകൂലമായി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനി കരഞ്ഞു വിളിച്ച് തിരിച്ച് ആ സ്റ്റെപ്പിനെ അങ്ങ് പഴയ അവസ്ഥയിൽ കൊണ്ട് വെക്കരുത് കേട്ടോ. ഇന്ന് എനിക്ക് രാവിലെ ഒരു മെസ്സേജ് വന്ന്, ഒരു കൊച്ചിൻ്റെ ഹസ്ബൻഡ് അതിനെ വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയൊന്നും ഇല്ലായിരുന്നു. അപ്പം ആ കൊച്ച് പറഞ്ഞു അത് മെസ്സേജ് അയച്ചു എന്നുള്ളൊരു ഗുഡ് ന്യൂസ് കൂടി തന്നിട്ടുണ്ട്. ആ കൊച്ചിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. അത് കമൻറ്റിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ആ കൊച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് പോസിറ്റീവ് കിട്ടി എന്നാണ് മെസ്സേജ് കിടക്കുന്നത്. അപ്പം നിങ്ങളും അതുപോലെ ചിന്തിക്കുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പോസിറ്റീവ് മാത്രം ചിന്തിക്കുക. ആ ഒരു സിറ്റുവേഷനിലോട്ട് മാറാൻ പറ്റുന്നില്ല, എനിക്ക് പോസിറ്റീവ് ചിന്തിക്കാൻ പറ്റുന്നില്ല, എന്നെ അത്രയും ദ്രോഹിച്ച വ്യക്തിയാണ്, എനിക്ക് അങ്ങനെയൊന്നും കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മൂവ് ഓൺ ആണ്. ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആകുക. അല്ലാതെ വീണ്ടും നെഗറ്റീവായിരുന്ന രണ്ട് ഭാഗത്തുനിന്ന് നെഗറ്റീവ് എനർജി മാത്രമേ വന്നുകൊണ്ടിരിക്കൂ. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ രാത്രി കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് ആ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇനി പിന്മാറില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. പ്രാക്ടിക്കലായിട്ട് തന്നെ ചിന്തിക്കുകയാണ്. ചുമ്മാ ദിവാസ്വപ്നം കാണുന്നതെന്നല്ല. ആ വാള് പറയുന്നതെന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള, ആ കയ്യിലിരിക്കുന്ന വാള് സ്ട്രോങ് ആയിട്ടുള്ള ചിന്തയാണ്. നിങ്ങളെ പേഴ്സൺ എന്തായാലും നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഫേസ്ബുക്കിലും മറ്റും വാട്സപ്പിലും ഒക്കെ നിങ്ങളെ നോക്കുന്നുണ്ട്, നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. ചിലപ്പോൾ വല്ല ഫേക്ക് ഐ ഡിയിലെങ്ങനെ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയോ ഫേസ്ബുക്കിൽ നിങ്ങളിടുന്ന ഫോട്ടോസുകൾ നോക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എനർജിയും ആകാം, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും ആകാം കേട്ടോ. എനർജികൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. ഇത് നിങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡ്രസ്സ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരിക്കലും തോറ്റു തരത്തില്ല. എൻ്റെ തീരുമാനങ്ങളും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് സത്യം. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് മാറിത്തരികയാണ്, അല്ലെങ്കിൽ ക്ഷമിച്ചു തരികയാണ്. തെറ്റുകാരെപ്പോഴും നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും തോറ്റു തരാൻ തയ്യാറാവത്തില്ല. ഈഗോയാണ്, ഒരിക്കലും തോറ്റു തരാൻ തയ്യാറാകത്തില്ല. നിങ്ങളാണ് തെറ്റുകാരി. ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ കാരണം നിങ്ങൾ തന്നെയാണ്. ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറത്തില്ല. ഒരിക്കലും നിങ്ങളടുത്ത് വന്ന് മാപ്പ് പറയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം അങ്ങനെയുള്ള വ്യക്തിയല്ല നിങ്ങളുടെ പേഴ്സൺ. എന്ത് വന്നിരുന്നാലും നേരെ വാ നേരെ പോ എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അങ്ങ് വായി തോന്നുന്ന എന്തെങ്കിലുമൊക്കെ അങ്ങ് വിളിച്ച് പറയും. വിളിച്ച് പറഞ്ഞതിന് ശേഷമായിരിക്കും ചിന്തിക്കുന്ന അയ്യോ ഇത് പറയേണ്ടായിരുന്നു. ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൂടാ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത് നിങ്ങളുടെ എനർജിയുമാകാം. അവരുടെ ആ ഫേസ് തന്നെ നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാം. അവരത്രയും സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നും പറഞ്ഞ് നിൽക്കുന്ന വ്യക്തികളാണ് അവർ. അതിൽ നിന്നും ഒട്ടും പിന്മാറത്തില്ല. ഓക്കെ, അടുത്തതായിട്ട് ഏസ് ഓഫ് കപ്പാണ്. അതൊരു സൺ കാർഡാണ്, നമ്പർ 1 കാർഡ്. ന്യൂ ബിഗിനിങ് കാർഡാണ്. ഇന്നലെ രാത്രി മുഴുവനും നിങ്ങളോടുള്ള പ്രണയം ഇങ്ങനെ നിറഞ്ഞൊഴുകുകയായിരുന്നു. എന്തായാലും വീട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാവും. ഇതെല്ലാം കൂടെ അവിടെ ഇട്ട് ഒഴുക്കാതെ ഇങ്ങ് നിങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുവന്നൂടെ എന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്.
യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്. ആ ഒരു പറവ ആ ഒരു കപ്പിലേക്ക് വരികയാണ്. സ്പിരിച്വലായിട്ടുള്ള നിങ്ങളുടെയും സ്പിരിച്വലായിട്ടുള്ള ഒരു പ്രാർത്ഥനയും നിങ്ങളിപ്പം നല്ല രീതിയിൽ സ്പിരിച്വലായിട്ടുണ്ട്. അപ്പം അതിൻ്റെ എല്ലാ ഒരു അനുഗ്രഹമാണ് നിങ്ങളുടെ ആ കപ്പിലേക്ക്, നിങ്ങളുടെ പേഴ്സൻ്റെ കപ്പിലേക്ക്. ഇന്നലെ കുറച്ച് മുമ്പ് വായിച്ചതുപോലെ ആ ഒരു പറവകൾ കണ്ടില്ലേ, ബേഡ്സ് മെസ്സഞ്ചറുമായിട്ട് വരുന്നത് പോലെ വന്ന് മെസ്സഞ്ചർ പാസ് ചെയ്യുമ്പോഴത്തേക്ക് ആ പാസ് ചെയ്യുന്നത് സ്പിരിച്വലായിട്ടുള്ള മെസ്സേജ് പാസ് ചെയ്തു. ഇന്നലെ എടുത്ത റീഡിങ്ങിൽ യൂണിവേഴ്സ് മെസ്സേജ് കൊടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ മെസ്സേജ് ഇപ്പോൾ ഏസ് ഓഫ് കപ്പിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ സൂം ചെയ്ത് നോക്കുക, അഫർമേഷൻ ചെയ്യുക. യൂണിവേഴ്സിൻ്റെ മെസ്സഞ്ചർ പോവുകയാണ്. ആ മെസ്സഞ്ചർ കൊടുക്കും നിങ്ങളുടെ കപ്പിലേക്ക്, അവരുടെ കപ്പിലേക്ക് കൊടുക്കുമ്പോൾ, അവരുടെ മനസ്സിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങളോടുള്ള സ്നേഹം നിറഞ്ഞു കവിയുകയായിരുന്നു ഇന്നലെ രാത്രി. ഓക്കെ, അത് ഹാൻഡ് കണ്ട ആ ഒരു കപ്പും കാര്യങ്ങളൊന്നും താഴെ വീണു പോകാതിരിക്കാൻ വേണ്ടി യൂണിവേഴ്സ് മദർ അത്രയ്ക്കും പ്രൊട്ടക്റ്റായിട്ട് അതിനെ താങ്ങി പിടിച്ചിട്ടുണ്ട്. ഒരിക്കലും അത് താഴെ പോകരുത് എന്നുള്ള രീതിയിൽ അതിനെ സേവ് ചെയ്യുകയാണ്. നോക്കൂ, ഒരുപാട് ക്ലൗഡ് ഇരിക്കുന്നുണ്ട്. ആ ക്ലൗഡിൻ്റെ ഇത്രയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയൊക്കെ മധ്യത്തിലൂടെയാണ്, ആ ഒരു ക്ലൗഡിൻ്റെ അകത്തൂടെയാണ് യൂണിവേഴ്സിൻ്റെ കൈ വന്ന് നിങ്ങളുടെ പ്രണയത്തെ, നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ താങ്ങിയിരിക്കുന്നത്. താഴെ നിങ്ങൾ കാണുന്ന ആ ലോട്ടസ് എല്ലാം നിങ്ങളുടെ ഭാഗ്യങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ, നിങ്ങളുടെ പേഴ്സണൊക്കെ ഈ ഒരു മെസ്സേജ്, ഈ ഏസ് ഓഫ് കപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ മെസ്സേജായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജിനെ കഴി എനിക്കിത് യൂണിവേഴ്സിൻ്റെ മെസ്സേജായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുക. ഇപ്പോൾ ഇരിക്കുന്ന അതേ അവസ്ഥയിൽ കരഞ്ഞു പിടിച്ചിരിക്കുന്നവർക്കല്ല, സെൽഫ് ലവും സ്വന്തമായി ഇനി അടുത്തൊരു സ്റ്റെപ്പിനെ കുറിച്ച് ബിൽഡ് ചെയ്ത് അവരുടെ ഈ ഒരു കണ്ണുനീരിൽ നിന്നെല്ലാം അടുത്ത സ്റ്റെപ്പ്, ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് മാറി അടുത്ത സ്റ്റെപ്പിലോട്ട് നീങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജാണ്. ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്കാണ് യൂണിവേഴ്സിൻ്റെ മെസ്സേജ്. നിങ്ങൾക്ക് തന്നെ നല്ല ഇൻറ്റ്യൂഷൻ പവർ കിട്ടുന്നുണ്ട്. ചില കാര്യങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നല്ല നല്ല പോസിറ്റീവായ ചിന്തകൾ നിങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ചിന്തകളിലൂടെ ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പവർ കൂടുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ സ്നേഹം പങ്കുവയ്ക്കുകയാണ്. ഈ ഒരു കപ്പ് പങ്കുവയ്ക്കുകയാണ്. ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ പ്രണയം പങ്കുവയ്ക്കാൻ വേണ്ടി, മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇതൊരു ന്യൂ ബിഗിനിങ് ആവാം. നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു ന്യൂ പേഴ്സൺ വരുന്നതാകാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതുമാകാം. അപ്പം ഇതാണ് യൂണിവേഴ്സിൻ്റെ മെസ്സേജ്. പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ടുകളായിരുന്നു മറ്റത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പോസിറ്റീവ് കമൻറ്റ് നിങ്ങൾ അഫർമേഷൻ ചെയ്ത് തന്നെ ഇടുക. നമ്മളത് ടൈപ്പ് ചെയ്യുന്ന സമയത്തെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ഒരു അഫർമേഷൻ ഉണ്ടാകട്ടെ. അഫർമേഷൻ ചെയ്യാൻ അറിയാത്ത ആൾക്കാർ അഫർമേഷൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളൊരു പോസിറ്റീവായിട്ട് ടൈപ്പ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ പേഴ്സൺ വരും. ഇനി ഒരിക്കലും വരില്ല ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇടരുത്. കാരണം വരും എന്നുള്ളതിൻ്റെ, നിങ്ങൾ ഇതൊക്കെ ചുമ്മാ ഇരുന്ന് കാണുന്നതല്ലല്ലോ. അപ്പം നിങ്ങൾ എന്തായാലും പോസിറ്റീവായിട്ടുള്ള എന്ത് തന്നെ ആയിരുന്നെങ്കിലും എൻ്റെ പേഴ്സൺ വരും എന്നുള്ള ചിന്തയിൽ കമൻ്റ് ഇടും. ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻ പറയുമ്പോൾ എന്തായാലും നെഗറ്റീവ് പറഞ്ഞേ പറ്റുള്ളൂ. എങ്കിൽ പോലും നിങ്ങൾ കമൻ്റ് ഇടുമ്പോഴത്തേക്ക് പോസിറ്റീവായിട്ടുള്ള കമൻ്റ് ഇടുക. എന്നെ കുറ്റം പറയുന്നത് നെഗറ്റീവ് ഇട്ടാലും കുഴപ്പമില്ല. അത് നെഗറ്റീവ് വന്നാലും എനിക്ക് വിഷയമല്ല, അതങ്ങനെ ഇട്ടോ. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഇടുന്ന കമൻറ്റുകൾ പോസിറ്റീവായിട്ടേ ഇടാവോ. അപ്പം നമുക്ക് അടുത്തത് 2 മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. ഷഫിൾ ചെയ്തിട്ടും വീണില്ല. അപ്പം പിന്നെ ഞാൻ ആ 2 മെസ്സേജ് മതിയെന്ന് വെച്ചു. ഇത് നിങ്ങളുടെ മെസ്സേജും ആകാം, നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജും ആകാം. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കൂടി ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ ചിലപ്പോൾ അത് തകർന്ന് ഒരു ഭാഗത്തേക്ക് മാറി വീണ് കിടക്കുകയായിരിക്കും. പക്ഷേ ഇപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം. നമ്മുടെ ലൈഫ് വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ആ സ്വപ്നങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങളുടേതുമാകാം, നിങ്ങളുടെ പേഴ്സൻ്റേതുമാകാം. നിങ്ങളുടെ പേഴ്സൻ്റെ ആകാനാണ്
കൂടുതലും ചാൻസ്. കാരണം യൂണിവേഴ്സിൻ്റെ മെസ്സേജ് ഇന്നലെ പോയത് കൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്നലെ മെസ്സേജ് പോയതിൻ്റെ തെളിവ് ഇന്നത്തെ കാർഡിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബിലീവ് ചെയ്യുക, വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വരവിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം തോന്നാതിരിക്കാൻ വഴിയില്ലല്ലോ. കാരണം രാവും പകലും ഒക്കെ ഇരുന്ന് ടാറോ റീഡ് കാണുന്നത് ചുമ്മാതെയല്ലല്ലോ, ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം ഇത് നിങ്ങളുടെ മെസ്സേജും നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജും ആണ്. കാരണം അവിടെ 3 ഓഫ് വാണ്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിലോട്ട് തിരിച്ചു വരാനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എനിക്ക് രാവിലെ കിട്ടിയിരുന്നത് ഒരമ്മയുടെ കരച്ചിലെന്ന പോലെയായിരുന്നു. ഗർഭത്തിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കരുതേ എന്ന് ഒരമ്മ കരയുന്നത് പോലെയാണ്. നമ്മൾ ചെടികൾ നശിപ്പിക്കാതെ അത് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക. അത് ഓക്സിജൻ എല്ലാം നമുക്ക് കിട്ടുക മാത്രമല്ല നമ്മുടെ മക്കൾക്ക് കൂടി അത് ഉപയോഗപ്പെടും. അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെയൊക്കെ സമയമാവുന്ന സമയത്തും അതിൻ്റെ മക്കളുടെ സമയമാവുന്ന സമയത്തും ഓക്സിജൻ ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥയിലേക്ക് ഭൂമി മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ആ ഒരു അവസ്ഥയിലേക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ജഡ്ജിമെൻറ്റ് വരാതിരിക്കാൻ വേണ്ടി യൂണിവേഴ്സിൻ്റെ മുന്നറിയിപ്പാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. യൂണിവേഴ്സ് മദറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സപ്പോർട്ടും എല്ലാവരോടും എപ്പോഴും ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.